name, Malayalam speech. നമസ്തേ, എൻ്റെ പേര് ശ്രീബാല. ഞാൻ പഠിക്കുന്നത് 3ാം ക്ലാസ്സിലാണ്. സ്വാതന്ത്ര്യ ദിനം 1947 ആഗസ്റ്റ് 15-നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഒരുപാട് മഹാന്മാരുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിന്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കിയാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും കടന്നു പോകുന്നത്. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു. 1947 നിന്നും 2024 എത്തിയപ്പോൾ ഇന്ത്യ ഏറെ വളർന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, പ്രതിരോധം, വിദ്യാഭ്യാസം എന്നിവയിലെല്ലാം ഇന്ത്യ മുന്നേറുന്നു. ചന്ദ്രയാനം, മംഗൾയാനം എല്ലാം അവയുടെ നേർക്കാഴ്ചകളാണ്. ഈ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. ഇന്ത്യക്കാരുടെ അഭിമാനവും ആവേശവും വാനോളം ഉയർത്തിക്കൊണ്ട് രാജ്യമെങ്ങും ദേശീയ പതാക ഉയർത്തുകയും ദേശീയഗാനം ആലപിക്കുകയും ചെയ്യുന്നു. ജയ് ഹിന്ദ്. Otherwise, usually we have the dance and all based on the Independence Day program. That is why this time the program is confined only to the speech. Okay, and this is the only opportunity where the children can hold the mic and say a few words. പിന്നെ അവർക്ക് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല. So that is why we have encouraged maximum children to come on to hold the mic and to say a few words. I hope you people are enjoying it and please encourage the children. അവരുടെ പ്രയത്നത്തിനാണ് നമ്മൾ ക്ലാപ്പ് കൊടുക്കേണ്ടത്. ബിക്കോസ് ഈ ഇത്രയും കുഞ്ഞു പ്രായത്തിൽ അവരിത് ഈ സ്പീച്ച് അർത്ഥം ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എസ്പെഷ്യലി ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് അവരിത് ബൈഹാർട്ട് ചെയ്ത് അവർ ഒരു മാസമായി ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് ഏത് കുട്ടീനെയും വേണ്ട വയ്ക്കാൻ തരവില്ലാണ്ടായി. നമ്മൾ ബെസ്റ്റ് സെലക്ട് ചെയ്യണം. ബിക്കോസ് ഒരു ക്ലാസ്സിൽ നിന്ന് 2 ഇംഗ്ലീഷിൽ പറയുന്ന കുട്ടികൾ, 2 മലയാളത്തിൽ, 2 ഹിന്ദിയിൽ എന്ന് പറഞ്ഞ കുട്ടികളെയാണ് സെലക്ട് ചെയ്യാൻ ഒരു തീരുമാനത്തിലുണ്ടായിരുന്നത്. പക്ഷേ കുട്ടികൾക്ക് പല കുട്ടികൾക്കും പല പാരൻസിനും ആഗ്രഹം അവരവരുടെ കുട്ടികളെ മൈക്ക് പിടിച്ച് മൈക്കിന് മുമ്പിൽ എന്തെങ്കിലും 4 വാക്ക് പറയണത് കേൾക്കാൻ അവരുടെ ആഗ്രഹം. അതുകൊണ്ട് അതൊന്നും ഞങ്ങൾ നിഷേധിക്കാണ്ടാണ് കുറേ കുട്ടികൾക്ക് ചാൻസ് കൊടുത്തിരിക്കുന്നത് ഈ പ്രാവശ്യം പറയാൻ. അതുകൊണ്ടാണ് 11:15 ഈ പരിപാടി തീരുള്ളൂ. ബിക്കോസ് ഇനി കുറേ കുട്ടികൾ പറയാനുണ്ട് സ്പീച്ച്. അപ്പോൾ പ്ലീസ് ബി പേഷ്യൻറ്റ് ഇനഫ് ടു സിറ്റ് ബാക്ക് ആൻഡ് ടു ലിസൺ. താങ്ക് യു പാരൻസ്. Ayan Ali, LKG, English speech. Good morning, my name is Ayan Ali. Today is 15th August. We are celebrating Independence Day. We are very happy Independence Day. We got independence on 15th August 1947. Remember, freedom fighters only said, I am proud to be Indian. I am my country very much. Jai Hind. Adinath from UKG, Malayalam speech. Adinath. ആഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സന്തോഷത്തോടെ അഭിമാനത്തോടെ ആഘോഷിക്കുന്ന ദിനം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈ മഹത്തായ ദിനത്തിൽ നമ്മൾ ദേശീയ പതാക ഉയർത്തും ദേശീയഗാനം ചെയ്യുന്നു.
നിന്നും മോചിപ്പിക്കാൻ ധീരരായ ദേശസ്നേഹികൾ തുടങ്ങി. ഗാന്ധിജി, നേതാജി, ചാച്ചാജി, ഭഗത് സിംഗ് തുടങ്ങിയവർ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. ഒരുപാട് പേരുടെ ത്യാഗത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് വഹിക്കുന്ന സ്വാതന്ത്ര്യം. ഈ ദിനത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു പുതിയതിലേക്ക് നയിക്കാനും മികച്ച രാജ്യമാക്കി മാറ്റാനും നമുക്ക് ഇന്ന് പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്. Anay Arvind from class 5 Hindi speech. नमस्ते, मेरा नाम अनय है। मैं कक्षा 5 में पढ़ता हूँ। माननीय मुख्य अतिथि, आदरणीय प्रधान अध्यापिका, शिक्षकगण और मेरे प्यारे साथियों, सर्वप्रथम आप सभी को स्वतंत्रता दिवस की हार्दिक शुभकामनाएं। 15 अगस्त को भारत में स्वतंत्रता दिवस के रूप में मनाया जाता है। यह दिन भारत में बहुत उत्साह के साथ मनाया जाता है। यह दिन हर भारतीय के लिए विशेष महत्व रखता है। इस दिन देश के विभिन्न स्थानों पर भारतीय ध्वज फहराया जाता है। इस दिन पूरा वातावरण देशभक्ति की भावना को बना हुआ होता है। इस स्वतंत्रता दिवस पर हम सभी का संकल्प लेने चाहिए कि हम अपने देश के प्रति अपनी समर्पण भावना को मजबूती से दिखाएंगे और हमारे शहीदों की यादों आजीवन जीवन में बनाया रहेंगे। आओ हम सभी मिलकर देश के विकास में योगदान करो और एक सशक्त भारत की दिशा में कदम बढ़ाए। जय हिंद, जय भारत, धन्यवाद। Uttara from class 2 English speech. Good morning everyone. My name is Uttara. I am studying 2nd standard. Happy Independence Day to all. On August 15, 1947, India got independence from British rule. Some brave people like Mahatma Gandhi, Bhagat Singh, Rani Lakshmibai and many others fought for our country's freedom. They believed in non-violence and peaceful protest. On this day, we celebrate with great joy and pride. We hoist the national flag and sing the national anthem. We also have parades, marches and cultural programs in our school and communities. It's a day to feel proud to be an Indian and to promise to work together for a bright future. Thank you all. Jai Hind. Adish from LKG Malayalam speech. Adish. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ബ്രിട്ടീഷ് Rudrarupa from first standard Malayalam speech. എൻ്റെ പേര് രുദ്രരൂപ. ഞാൻ പഠിക്കുന്നത് പത്താമത്തിലാണ്. ആഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ദിനമാണെന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സത്യം, അഹിംസ തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ വിടാൻ അവരെ നിർബന്ധിതരാക്കി. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഝാൻസി റാണി തുടങ്ങിയ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കാൻ സംഭാവന നൽകി. ഒരുപാട് മഹാന്മാരുടെ
സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. Dhyan from UKG English speech. Good morning everyone. My name is Dhyan P.R. I am studying UKG. Respected principal, teachers and dear friends, it's my pleasure to deliver a small speech on this Independence Day. India became independent on August 15, 1947 from the British rule. This year we are celebrating 78th Independence Day. We celebrate Independence Day by hoisting the national flag, singing patriotic songs, performing cultural activities and sharing seeds. It is our duty to preserve unity of our country. I am proud to be an Indian. Niranjana from class 2 Hindi speech. नमस्ते, मेरा नाम निरंजना है। मैं कक्षा 2 में पढ़ती हूँ। स्वतंत्रता दिवस आदरणीय प्रधानाचार्य जी, शिक्षकगण और मेरे प्यारे साथियों, स्वतंत्रता दिवस के इस अवसर पर हम सभी यहाँ पर इकट्ठा हुए हैं और मुझे आप सभी के समक्ष स्वतंत्रता दिवस के इस अवसर पर अपने विचार रखने का मौका मिला है। 15 अगस्त 1947 को भारत आजाद हुआ। उसके बाद भारत के विकास के लिए सरकार के कई योजना में लाई। दूरसंचार के क्षेत्र में भारत में सबसे अधिक विकास हुआ। भारत ने एशिया में बिजली के बड़े उत्पादों की सूची में तीसरा स्थान हासिल किया है। भारत में शिक्षा के क्षेत्र में बहुत हद तक कमी, स्वास्थ्य के क्षेत्र में अनेकों उपलब्धियां कमाए। रॉकेट विज्ञान और अंतरिक्ष प्रौद्योगिकी में भारत नई ऊंचाइयों में पहुंच गया है। बेरोजगारी की दरों में कमी हुई है। हमें अपने राष्ट्र की एकता एवं स्वतंत्रता की रक्षा करनी चाहिए। जय हिंद। Surya from LKG English speech. Surya. Good morning everyone. My name is Surya Kiran. Today is 15th August. We are celebrating Independence Day. I wish you all a very happy Independence Day. We got independence on 15th August 1947. We remember our freedom fighters on this day. I am proud to be an Indian. I love my country very much. Thank you. Minerva from UKG English speech. Good morning everyone. My name is Minerva. I am studying UKG. Respected principals, teachers and my dear friends, it's my pleasure to deliver a small speech on this Independence Day. India became independent on August 15, 1947 from the British rule. This year we are celebrating 78th Independence Day. We celebrate Independence Day by hosting national flag, singing patriotic songs, preparing cultural activities, and sharing sweets. These are good for unity of our country. I am proud to be an Indian. Aideen LKG for English speech. Good morning, everyone. My name is Aidan Manu. Today is 15th August. We are celebrating Happy Independence Day. I wish you all a very
ബ്രിട്ടീഷ് അടിമത്ത ഭരണത്തിൽ നിന്നും സ്വതന്ത്രമായ ദിവസമാണ് നാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങിയ ഒട്ടേറെ രാജ്യസ്നേഹികൾ സ്വാതന്ത്ര്യത്തിനായി പോരാടി. അവരുടെ അക്ഷീണ പ്രയത്ന ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഔദ്യോഗിക ആഘോഷങ്ങൾ നടക്കുന്നത് ചെങ്കോട്ടയിലാണ്. അവിടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെല്ലാം ഏറെ നേട്ടങ്ങൾ നാം കൈവരിച്ചു. ചന്ദ്രയാൻ 3ന്റെയും ആദിത്യ L1ന്റെയും വിക്ഷേപണം നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവ് വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം, ഒളിമ്പിക്സിലെ മെഡൽ നേട്ടം, ആരോഗ്യ മേഖലകളിലെ മുന്നേറ്റങ്ങൾ എന്നിവയും എടുത്തു പറയേണ്ടതാണ്. ഇപ്പോഴും ഇന്ധന പ്രതിസന്ധി, ആക്രമണങ്ങൾ, ഭക്ഷ്യലഭ്യതയിലുള്ള കുറവുകൾ എന്നിവയെല്ലാം നാം നേരിടുന്ന വെല്ലുവിളികളാണ്. ഇവയെല്ലാം വിജയകരമായി പരിഹരിച്ച് സമത്വവും സാഹോദര്യവും നിറഞ്ഞ ഒരു ഭാരതം നമുക്ക് പടുത്തുയർത്താം. നന്ദി. ജയ് ഹിന്ദ്. Ryan Sonik from class 2 Hindi speech. नमस्ते, मेरा नाम जय है। मैं कक्षा 2 में पढ़ता हूँ। स्वतंत्रता दिवस आदरणीय प्रधान आचार्य जी, शिक्षकों और मेरे प्यारे साथियों, स्वतंत्रता दिवस के इस अवसर पर हम सभी यहाँ पर इकट्ठा हुए हैं और मुझे आप सभी के समक्ष स्वतंत्रता दिवस के इस अवसर पर अपने विचार रखने का मौका मिला है। 15 अगस्त 1947 को भारत आजाद हुआ। उसके बाद भारत के विकास के लिए सरकार ने कई योजनाएं लाई। दूरसंचार के क्षेत्र में भारत में सबसे अधिक विकास हुआ। भारत ने एशिया में बिजली के बड़े उत्पादों की सूची में 30रा स्थान हासिल किया है। भारत ने शिक्षा के क्षेत्र में बहुत तरक्की की। स्वास्थ्य के क्षेत्र में भारत ने पुणे को उपलब्धियां कमाए। रॉकेट विज्ञान और अंतरिक्ष प्रौद्योगिकी में नई ऊंचाई में पहुंच गया है। बेरोजगारी के दर में कमी हुई है। हम अपने राष्ट्र की योजना एवं स्वतंत्रता की रक्षा करनी चाहिए। जय हिंद। Nirupama from class 3 English speech. Good morning everyone. My name is Nirupama. I am studying class 3. Happy Independence Day to all. On this day 77 years ago, India gained freedom from British. Our freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose and many others fought bravely for our country's independence. They believed in the power of non-violence and peaceful protest. In the past year, our country has done some amazing things. We successfully launched the Aditya L1 and Chandrayaan 3 space mission to explore the sun and the moon. Our nation has also made significant steps in healthcare and economic growth. We also took significant strides in infrastructure development with the inauguration of new airports, highways and railways. Our athletes won numerous prizes in international events, including Olympic and Commonwealth Games. We should be proud of our country and its achievement. We should also remember our responsibilities. We must take care of our country, keep it clean and respect ourselves. Let's promise to be a good citizen, make our country a better place. Once again, Happy Independence Day to all. Jai Hind. Jinay from class 3 Malayalam speech. നമസ്തേ, എൻ്റെ പേര് ജിനെ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്വാതന്ത്ര്യദിനം 1947 ആഗസ്റ്റ് 15-നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഒരുപാട് മഹാന്മാരുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ബ്രിട്ടീഷ് അടിച്ചമർത്തുന്നതിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയുടെ അവകാശം തിരികെ നേടിയെടുത്തതിന്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കിയാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും കടന്നുപോകുന്നത്. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു. 1947 നിന്നും 2024 എത്തിയപ്പോൾ ഇന്ത്യ ഏറെ വളർന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, പ്രതിരോധം, വിദ്യാഭ്യാസം എന്നിവയെല്ലാം ഇന്ത്യ മുന്നേറുന്നു. ചന്ദ്രയാനും മംഗൾയാനും എല്ലാം അവരുടെ നേരെ കയറ്റം
ദേശീയ പതാക ഉയർത്തുകയും ദേശീയഗാനം ആലപിക്കുകയും ചെയ്യുന്നു. ജയ് ഹിന്ദ്. Shreya from UKG English Speech. Good morning everyone. My name is Raya. I am studying UKG. Respected principal, teachers and dear friends. It's my pleasure to deliver a small speech on this Independence Day. India became independent on 15th August 1947 from the British rule. We are celebrating 78th Independence Day. We celebrate Independence Day by hosting national flag, performing cultural activities, singing patriotic songs, sharing sweets. It is our duty to preserve unity of our country. I am proud to be an Indian. Jai Hind. Are you sleeping? No? Are you sleeping? Then give a big clap. Aradhana from class 3 Hindi Speech. नमस्ते, मेरा नाम आराधना है। मैं कक्षा 3 में पढ़ती हूँ। स्वतंत्रता दिवस। आदरणीय प्रधानाचार्य जी, शिक्षकगण और मेरे प्यारे साथियों, स्वतंत्रता दिवस के इस अवसर पर हम सभी यहाँ इकट्ठे हुए हैं और मुझे आप सभी के समक्ष स्वतंत्रता दिवस के इस अवसर पर अपने विचार रखने का मौका मिला है। 15 अगस्त 1947 को भारत आजाद हुआ। उसके बाद भारत के विकास के लिए सरकार की कई योजनाएं लाई। दूरसंचार के क्षेत्र में भारत ने सबसे अधिक विकास हुआ। भारत ने एशिया में बिजली के सबसे बड़े उत्पादकों की संधि में 20 स्थान हासिल किए हैं। भारत ने शिक्षा के क्षेत्र में बहुत तरक्की कर ली। स्वास्थ्य के क्षेत्र में अनेकों उपलब्धियां कमाई। रॉकेट विज्ञान और अंतरिक्ष प्रौद्योगिकी में नई ऊंचाइयों में पहुंच गया है। बेरोजगारी की दर में कमी हुई है। हमें अपने राष्ट्र की एकता एवं स्वतंत्रता की रक्षा करनी चाहिए। जय हिंद। Neha Fatima from class 4 English Speech. Good morning everyone. My name is Neha Fatima. I am studying 4th standard. Happy Independence Day to all. On this day, 77 years ago, India attained freedom from British rule. Our freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose and many others fought bravely for our country's independence. They believed in the power of non-violence and peaceful protest. In the past year, our country has done some amazing things. We successfully launched the Aditya L1 and Chandrayaan 3 space mission to explore the sun and the moon. Our nation has also made scientific steps in healthcare and economic growth. We also took significant strides in infrastructure development with the inauguration of new airports, highways and railways. Our athletes won numerous prizes in international events including Olympics and Commonwealth Games. We should be proud of our country and its achievement. We should remember our responsibilities. We must take care of our country, keep it clean and respect our flag. Let's promise to be a good citizen and make our country a better place. Once again, Happy Independence Day to all. Thank you. Jai Hind. Shreyas from class 5 Malayalam Speech. നമസ്തേ, എൻ്റെ പേര് ശ്രേയസ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ബ്രിട്ടീഷ് അടിമത്ത ഭരണത്തിൽ നിന്നും സ്വതന്ത്രമായ ദിവസമാണ് നാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങിയ ഒട്ടേറെ രാജ്യസ്നേഹികൾ സ്വാതന്ത്ര്യത്തിനായി പോരാടി. അവരുടെ അക്ഷീണ പ്രയത്ന ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഔദ്യോഗിക ആഘോഷങ്ങൾ നടത്തുന്നത് ചെങ്കോട്ടയിലാണ്. അവിടെ പ്രധാനമന്ത്രി ദേശീയപതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നു. മധുര വിതരണം നടത്തിയും ദേശീയ
യുദ്ധം, ഇന്ധന പ്രതിസന്ധി, അക്രമങ്ങൾ, ഭക്ഷ്യലഭ്യതയിലുള്ള കുറവ് എന്നിവയെല്ലാം നാം നേരിടുന്ന വെല്ലുവിളികളാണ്. ഇതെല്ലാം വിജയകരമായി പരിഹരിച്ച് സമത്വവും സാഹോദര്യവും നിറഞ്ഞ ഒരു ഭാരതം കെട്ടിപ്പടുക്കുകയാണ്. Sriviya from class 5, English speech. Good morning everyone. My name is Sriviya. I am studying 5th standard. Today is a historic day for our country. We are celebrating our 77th Independence Day. This day is a reminder of sacrifice made by our freedom fighters who fought tirelessly against British rule. We are fortunate to be born in an independent India where we can pursue our dreams and aspirations. But we must also acknowledge our struggles and ancestors who fought for our freedom. India has witnessed numerous achievements and proud movements in the past year. We successfully launched the Aditya L1 mission to study the sun and the Chandrayaan-3 mission to explore the moon south pole. Our nation has also made significant strides in healthcare with initiatives like Ayushman Bharat and vaccination drives. We have seen advancement in education with the implementation of the new education policy. In the field of sports, India won a record 107 medals at the Asian Games and Under-19 Women T20 World Championship and T20 Men World Championship. India cultural heritage was recognized with Kozhikode being named UNESCO Cities of Literature. Their accomplishments showcase India's progress, innovation, excellence, making us proud to be Indian. As we celebrate our independence, we must also acknowledge our responsibility. We must strive to build a cleaner, greener and more peaceful India. An India where everyone has access to education, healthcare and opportunities. Let us draw inspiration from our national heroes and work together to make our country a better place. Let us continue to push boundaries and explore a new boundaries. Achieve the greatest. I wish a very happy Independence Day to all. Jai Hind. Next, Yadav from class 7, Malayalam speech. നമസ്തേ, എൻ്റെ പേര് യാദവ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വിദേശ ആധിപത്യത്തിൽ നിന്നും നമ്മുടെ മാതൃരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച പുണ്യദിനമാണ് 1947 ഓഗസ്റ്റ് 15. അനേകം രാജ്യസ്നേഹികളുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഗാന്ധിജിയുടെ അഹിംസയിലൂന്നിയ സമരമാർഗങ്ങളും സമത്വ സാഹോദര്യവും തുടങ്ങി ആശയങ്ങളും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ആക്കം കൂട്ടി. മഹത്തരമായ ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറ. അതിനാൽ ഏറ്റവും മികച്ച രാജ്യമാക്കി ഭാരതത്തെ മാറ്റേണ്ടത് നമ്മുടെ കടമയാണ്. ഇതെല്ലാം വിജയകരമായി മേഖലയിൽ മുന്നേറുന്ന നേട്ടങ്ങളാണ് നാം കൈവരിച്ചത്. സാങ്കേതിക പുരോഗതിയും ബഹിരാകാശ പര്യവേക്ഷണവും കൊണ്ട് അടയാളപ്പെടുത്തിയ വർഷമായിരുന്നു കടന്നു പോയത്. ചന്ദ്രയാൻ 3ന്റെ ആദിത്യ L1ന്റെ വിക്ഷേപണമാണ് ഇതിൽ പ്രധാന. നിർമ്മിത ബുദ്ധിയുടെ രംഗപ്രവേശം വലിയ മാറ്റമാണ് രാജ്യത്തിന് കൊണ്ടുവന്നത്. ഇതെല്ലാമാണെങ്കിലും വിക്രം ലാൻഡറും പ്രഗിൻ റോവറും സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കിയതും നമ്മുടെ നേട്ടങ്ങളാണ്. ഒളിമ്പിക്സിൽ റെക്കോർഡ് മെഡൽ നേടിയതും ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയതും ആരോഗ്യ മേഖലയിൽ മുന്നേറ്റങ്ങൾ എന്നിവയെല്ലാം എടുത്തു പറയാവുന്നതാണ്. ഇതെല്ലാമാണെങ്കിൽ ഇന്ധന പ്രതിസന്ധി, ഭക്ഷ്യലഭ്യതയിലുള്ള കുറവ്, അക്രമങ്ങൾ തുടങ്ങിയവ ഇന്നും രാജ്യം നേരിടുന്ന വെല്ലുവിളികളാണ്. ഇവയെല്ലാം മറികടന്നുള്ള വളർച്ചയ്ക്കായി നമുക്ക് കൂട്ടായി ഒന്നിക്കാം. നന്ദി. ജയ് ഹിന്ദ്. Please give a big clap to Yadav. See, ഇതാണ് വേണ്ടത്. ആ കോൺഫിഡൻസ് കളയാൻ പാടില്ല. അതിനുള്ളൊരു വേദിയാണിത്. തെറ്റിയാലും മറന്നാലും അത് വീണ്ടും മുഴുവനും പറയണം. പറഞ്ഞ് Yadav, you have taken a very good try.
ഓക്കെ, സോ ഗീവ് ഹിം എ വെരി ബിഗ് ക്ലാപ്പ്. അതിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഓരോരുത്തർ ഓരോരോ രീതിയിലാണ് ഈ സ്പീച്ച് പറയണത്. ചിലർ ഫാസ്റ്റായിട്ട് പറയുന്നു, ചിലവർ വളരെ സ്ലോ ആയിട്ട് പറയുന്നു, ചിലവരുടെ ശബ്ദം നന്നായിട്ടിരിക്കുന്നു, ചിലരുടെ ശബ്ദം വളരെ സോഫ്റ്റാണ്, ചിലർ വളരെ എക്സ്പ്രഷനോട് പറയുന്നു, ചിലർ എക്സ്പ്രഷൻ ഇല്ലാണ്ട് പറയുന്നു. ബട്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അവിടെ കുറേ പാരൻസ് ഇരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ഏതെങ്കിലും ഒരു പാരന്റ് ഈ പ്രായത്തിൽ, ഒരു 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ് പ്രായത്തിൽ മൈക്ക് പിടിച്ച് ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ 4 അക്ഷരം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അല്ലേ? സോ നമുക്ക് ഈ കുട്ടികളുടെ എഫേർട്ട്, ഞാൻ മുമ്പിൽ പറഞ്ഞ പോലെ വീണ്ടും അത് തന്നെയാണ് പറയണേ, നമുക്ക് അവര് എടുത്ത ആ ഒരു പരിശ്രമം, അതിനെയാണ് നമ്മളിവിടെ ഒരു സ്റ്റേജിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പറഞ്ഞ വാക്കുകൾ തന്നെയായിരിക്കും, ഒരാൾ പറഞ്ഞ സ്പീച്ച് തന്നെയായിരിക്കും രണ്ടുപേരും വീണ്ടും പറയുന്നത്. അതിനല്ല ഇവിടെ മഹത്വം. അവര് പറയുന്ന രീതി, അവരെത്രത്തോളം ആ വാക്കുകൾ, എന്താ പറയാ, എനിക്കെടുക്കാൻ മലയാളത്തിൽ ആ ചില വാക്കുകൾ എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും വാക്കുകളാണ് അവർ ഈ കുഞ്ഞു പ്രായത്തിൽ പറയുന്നത്. സോ we have to just encourage that thing, that ധൈര്യമായിട്ട് മുമ്പിൽ വന്ന് അത് അറിയാൻ ഉള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ ഗീവ് ഓൾ ദ ചിൽഡ്രൻ എ വെരി ബിഗ് ക്ലാപ്പ്. ഇനി ഒരു 5-6 പേരും ഇവിടെ തോന്നുന്നു. So finish off the speech. Please parents encourage those children also. Good morning everyone. Today is a historic day for our country. We celebrating our 77th Independence Day. This day is the reminder of the sacrifices made by our freedom fighters who fought for our country. This day is the reminder of the sacrifices made by our freedom fighters who fought tirelessly against British rule. But we must also acknowledge the struggles of our ancestors who fought for our freedom. India has witnessed numerous achievements and proud moments in the past year. We successfully launched Aditya L1 mission to study the sun and the Chandrayaan 3 mission to explore the moon's south pole. Our nation has also made significant strides in healthcare with initiatives like Ayushman Bharat and vaccination drives. We have seen advancements in education with the implementation of the new education policy. In the field of sports, India won a record of 107 medals at the Asian Games and T20 Women's World Championship and T20 Men's World Championship. India's cultural heritage was recognized with gold codes, being named UNESCO's City of Literature. These accomplishments showcase India's progress, innovation and excellence, making us proud to be Indians. As we celebrate our independence, we must also acknowledge our responsibilities. We must strive to build a cleaner, greener and more peaceful India, an India where everyone can access to education, healthcare and opportunities. Let us draw inspiration from our national heroes and work together to make our country a better place. Let us continue to push boundaries, explore new boundaries and achieve greatness. I wish a very happy Independence Day to all. Thank you. Ritul from LKG, Malayalam speech. Ritul. നാണമൊന്നും പാടില്ല കേട്ടോ, നന്നായി പറയണേ. ലക്ഷ്മി കേൾക്കണേ, കുറച്ച് പറയൂ. ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15-നാണ് ബ്രിട്ടീഷ് അധികാരത്തിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. എല്ലാ വർഷവും ഇത് പരിപാടികളുണ്ട്. Abhay from class 6, English speech.
everyone. My name is Abede. I am studying 6th standard. Today is an historic day for our country. We celebrate our 77th Independence Day. This day is a reminder of the sacrifices made by our freedom fighters who fought tirelessly against British rule. We are fortunate to be born in an independent India where we can pursue dream and aspiration, but we must also acknowledge the struggle for our ancestors who fought tirelessly our freedom. India has witnessed numerous achievements and proud moments in the past year. We successfully launched the Aditya L1 mission and to study the sun and the Chandrayaan 3 mission to explore the moons and south poles. Our nation has also made significant strides in healthcare with initiatives like Ayushman Bharat and vaccination drives. We have seen advancement in the education with the implementation of the new education policy. In the field of sports, India won a record 107 medals at the Asian Games and the Under-19 Women's World T20 World Championship and T20 Men's World Championship. India Culture Heritage Award resides with Kozhikode, being named UNESCO City of Literature. This accomplishment showcases India's progress, innovation and excellence, making us proud to be Indians. As we celebrate our independence, we must also acknowledge the struggle responsibilities. We must strive to build a cleaner and more peaceful India. An India where everyone has access to education, healthcare and opportunities. Let us draw inspiration from our national heroes and work together to make our country be a better place, a new frontier. Let us push boundaries and break new frontiers and achieve greatness. I wish a very happy Independence Day to all. Jai Hind. Thank you. Ridvi from class 5, Malayalam speaks. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ബ്രിട്ടീഷ് അടിമത്ത ഭരണത്തിൽ നിന്നും സ്വതന്ത്രമായ ദിവസമാണ് നാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങിയ ഒട്ടേറെ രാജ്യസ്നേഹികൾ സ്വാതന്ത്ര്യത്തിനായി പോരാടി. അവരുടെ അക്ഷീണ പ്രയത്നഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഔദ്യോഗിക ആഘോഷങ്ങൾ നടത്തുന്നത് ചെങ്കോട്ടയിലാണ്. അവിടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നു. മധുര വിതരണം നടത്തിയും ദേശീയഗാനം ആലപിച്ചും പ്രസംഗ മത്സരം സംഘടിപ്പിച്ചും നാം ഇത് കൊണ്ടാടുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെല്ലാം ഏറെ നേട്ടങ്ങൾ നാം കൈവരിച്ചു. ചന്ദ്രയാൻ 3ന്റെയും ആദിത്യ L1ന്റെയും വിക്ഷേപണം നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവ് വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ക്രിക്കറ്റിൽ ലോകകപ്പ് കിരീടം, ഒളിമ്പിക്സിൽ മെഡൽ നേട്ടം, ആരോഗ്യ മേഖലയിലെ മുന്നേറ്റങ്ങൾ എന്നിവയും എടുത്തു പറയേണ്ടതാണ്. ഇപ്പോഴും ഇന്ധന പ്രതിസന്ധി, അക്രമങ്ങൾ, ഭക്ഷ്യലഭ്യതയിലുള്ള കുറവ് എന്നിവയെല്ലാം നാം നേരിടുന്ന വെല്ലുവിളികളാണ്. ഇവയെല്ലാം പരിഹരിച്ച് സമത്വവും സഹോദര്യവും നിറഞ്ഞ ഒരു ഭാരതം നമുക്ക് പടുത്തുയർത്താൻ. നന്ദി. Mehnaz from class 5, Hindi speaks. नमस्ते, मेरा नाम मेहनाज है। मैं कक्षा 5 में पढ़ती हूँ। माननीय मुख्य अतिथि, आदरणीय प्रधान अध्यापिका, शिक्षकगण और मेरे प्यारे साथियों, सर्वप्रथम आप सभी को स्वतंत्रता दिवस की हार्दिक शुभकामनाएं। 15 अगस्त भारत में स्वतंत्रता दिवस की रूप में मनाया जाता है। यह दिन भारत में बहुत उत्साह के साथ मनाया जाता है। यह दिन हर भारतीय के लिए विशिष्ट महत्व रखता है। इस दिन देश के विभिन्न स्थानों पर भारतीय ध्वज फहराया जाता है। इस दिन पूरा वातावरण देशभक्ति की भावना से भरा हुआ होता है। इस स्वतंत्रता दिवस पर हम सभी को यह संकल्प लेना चाहिए कि हम अपने देश की प्रति अपने समर्पण भावना को मजबूती से दिखाएंगे। हमारे वीर शहीदों की यादों का आजीवन जीवन में बनाए रखेंगे। आओ योगदान करें और एक सशक्त भारत की दिशा में कदम बढ़ाएं। जय हिंद, जय भारत। Vidushree from class 6, English speaks. Good morning everyone. My name is Vidushree. I am studying class 6.
the British rule. We are fortunate to be born in an independent India where we can pursue our dreams and aspirations. But we also acknowledge the struggles of our ancestors who fought for our freedom. India has witnessed numerous achievements and proud moments in the past year. We have done some amazing things. We successfully launched Aditya L1 to study the sun and Chandrayaan 3 to explore the moon's south pole. Our nation has also made significant strides in healthcare with initiatives like Ayushman Bharat and vaccination drives. We have seen advancement in education with the implementation of new education policy. In the field of sports, India won a record 107 medals at the Asian Games and the Under-19 T20 Women's World Championship and T20 Men's World Championship. India has cultural heritage was recognized with Kolkata being UNESCO City of Literature. This accomplishment and showcase making proud to be Indians. As we celebrate our independence, we must acknowledge our responsibilities. We must try to build a cleaner and more peaceful India. An India where everyone has to access education, healthcare and opportunities. Let us draw inspiration from our national heroes and work together to make our country a better place. Let us continue to push boundaries and explore new frontiers and achieve greatness. I wish a very happy Independence Day to all. Jai Hind. Kashimadan from 7th standard, Malayalam speech. നമസ്തേ, എൻ്റെ പേര് കാശിനാഥൻ. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വിദേശാധിപത്യത്തിൽ നിന്നും നമ്മുടെ മാതൃരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച പുണ്യദിനമാണ് 1947 ആഗസ്റ്റ് 15. അനേകം രാജ്യസ്നേഹികളുടെ കൂട്ടായ പരിശ്രമത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഗാന്ധിജിയുടെ അഹിംസയിലൂന്നിയ സമരമാർഗങ്ങളും സമത്വം, സഹോദര്യം തുടങ്ങിയ ആശയങ്ങളും സ്വാതന്ത്ര്യലബ്ധിക്ക് ആക്കം കൂട്ടി. മഹത്തരമായ ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ. അതിനാൽ ഏറ്റവും മികച്ച രാജ്യമാക്കി ഭാരതത്തെ മാറ്റുന്നത് നമ്മുടെ കടമയാണ്. ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അത് ചെയ്യേണ്ടത്. എന്നാൽ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കാൻ ചില വർഗീയ ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങൾ പല ഭാഗങ്ങളിലായി അരങ്ങേറുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടുന്നു. നാം ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കണം. നാനാത്വത്തിൽ ഏകത്വം എന്നതിൽ അഭിമാനം കൊള്ളുന്ന നമ്മൾ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കണം. സാങ്കേതിക പുരോഗതിയും ബഹിരാകാശ പര്യവേക്ഷണം കൊണ്ട് അടയാളപ്പെടുത്തിയ വർഷമായിരുന്നു കടന്നുപോയത്. ചന്ദ്രയാൻ 3ന്റെയും ആദിത്യ L1ന്റെയും വിക്ഷേപണമായിരുന്നു ഇതിൽ പ്രധാനം. നിർമ്മിത ബുദ്ധിയുടെ രംഗപ്രവേശം വലിയ മാറ്റമാണ് രാജ്യത്ത് കൊണ്ടുവന്നത്. ഭക്ഷ്യലഭ്യതയിലുള്ള കുറവ്, ഇന്ധന പ്രതിസന്ധി, അക്രമങ്ങൾ എന്നിവയെല്ലാം ഇന്നും രാജ്യം നേരിടുന്ന വെല്ലുവിളികളാണ്. നാം ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരം നീക്കങ്ങളെ നേരിടണം. ജയ് ഹിന്ദ്. Niranjan from class 7, English speech. Good morning everyone. My name is Niranjan. I am studying in class 7. I am going to tell a few words about our Independence Day. Today is a historic day for our country. We are celebrating our 77th Independence Day. This day is a reminder of the sacrifices made by our freedom fighters who fought tirelessly against the British rule. We are fortunate to be born in an independent India where we can pursue our dreams and aspirations. But we must acknowledge the struggles of our ancestors who fought for our freedom. India has witnessed numerous achievements and proud moments in the past year. We successfully launched Chandrayaan 3 to explore the moon's south pole and Aditya L1 mission to study the sun. We have seen our nation made significant strides in healthcare with initiatives like Ayushman Bharat and vaccination drives. We have seen advancements in education with the implementation of new education policy.
In the field of sports, India won a record of 107 medals at the Asian Games and the Under-19 Women's T20 World Championship and T20 Men's World Championship. India's cultural heritage was recognized with Kozhikode being named UNESCO City of Literature. These accomplishments showcase India's progress, innovation and excellence, making us proud to be an Indian. As we celebrate our independence, we must also acknowledge our responsibilities. We must strive to build a cleaner, greener and more peaceful India. India where everyone can access to education, healthcare opportunities. Let us draw inspiration from our national heroes and work hard together to make our country a better place. Let us continue to push boundaries and explore new frontiers and achieve greatness. I wish you all a very happy Independence Day. Jai Hind. Thank you, children. Now I invite Shiny Miss to say the vote of thanks. Good morning all. As we conclude today's program, I am honored to stand before you and deliver the vote of thanks. First and foremost, I would like to extend heartfelt gratitude to our principal for organizing this day. Your vision and dedication has made this event a huge success. Then I would like to thank our chairman, Mr. Ramasamy sir, for his esteemed presence and support. Next, I would like to thank our beloved principal, Lakshmi ma'am. It was truly impossible without motivation and your guidance. We are really thankful to you for arranging this program. Thank you, ma'am. A big thank to all the students who participate in the speech and drill. Last but not least, I would like to thank the parents whose presence has made this program successful. Thank you, everyone. Jai Hind. So we are winding off today's program. Thank you all the parents who have been here. So tomorrow as usual is a working day and I want all the children to come to school tomorrow. Will you come to school tomorrow? Yes. Okay, so once again a very very happy Independence Day. So let us all say together Jai Hind 3 times. Okay, sit properly, stand. Come on. Come on, let us stand all of you. Okay. So before we say the Jai Hind, I want all the teachers to come here. All my ex-students, those who are there, come here. നമ്മളുടെ സ്കൂളിൽ നിന്ന് 7ാം ക്ലാസ് കഴിഞ്ഞ് പോയ കുട്ടികൾ have come here. I want them also to come. All the teachers come here. Okay. ഇന്ന് എത്ര വർഷം നാഷണൽ ആന്തം പാടിയാലും പോരാ. Okay, so once again we are all going to sing the national anthem together. Put your hands down in an attention position. Ready? Shall we sing? Yeah. Start. Who have waited back till the end. Thanks a lot. Bye children.